5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ ചില സ്ഥലങ്ങളിൽ കല്യാണം നടക്കുമ്പോൾ തല്ലാണ്, അടിയോടടിയാണ്. ഭക്ഷണത്തിനടി, കല്യാണത്തിനടി, താലുകെട്ടിനടി, ചടങ്ങുകൾക്കടി, അങ്ങനെ അടിയാണ്. ഇന്ന് വിഴിഞ്ഞത്ത് ഉദ്ഘാടന സ്ഥലത്തും എന്നാ അടിയായിരുന്നു. നല്ല രസകരമായ കാര്യമാണ്. ഉദ്ഘാടന സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് രാജീവ് ചന്ദ്രശേഖർ സ്റ്റേജിൽ കയറി. അപ്പോൾ അദ്ദേഹം അവിടെ ഇരുന്ന് മുദ്രാവാക്യം വിളിച്ചു എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് റിയാസ് മന്ത്രിയുടെ പരാതി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ. ഞങ്ങളെല്ലാം മന്ത്രിമാരടക്കമുള്ള ആളുകൾ ഇതാ സദസ്സിലിരിക്കുന്നു, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് വേദിയിലിരിക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ മന്ത്രി വാസവൻ ഇങ്ങോട്ട് വരുന്നു. അദ്ദേഹം നമ്മുടെ മുഖ്യമന്ത്രിയെ കർമ്മയോഗി, കാലാതീതമായ കർമ്മയോഗിയാണ്, അസാധ്യമായതെല്ലാം സാധ്യമാകുന്ന അത്ഭുത പ്രതിഭാസമാണെന്നൊക്കെ പറഞ്ഞ് തള്ളി മറിച്ച് കപ്പൽ അവിടെ നിന്ന് എവിടെ നിന്നോ വന്ന കപ്പൽ തിരിച്ചു പോകുന്നതാണ് കേൾക്കുന്നത്. അത്രമാത്രം തള്ളി മറിച്ച് നമ്മുടെ വാസൻ മന്ത്രി. അല്ലെങ്കിൽ തന്നെ നേരത്തെ കാരണഭൂതൻ, പിന്നെ കപ്പിത്താൻ, ക്യാപ്റ്റൻ, അതിൽ കറുപ്പൊഴിച്ച് ഇതെല്ലാം കായാണ്, കറുപ്പൊഴിച്ച് ബാക്കി എല്ലാം കായാണ്. അപ്പൊ ഇത് ക്യാപ്റ്റൻ, കപ്പിത്താൻ, കാരണഭൂതൻ, ഇപ്പൊ ഇതാ വന്നത് എന്താണ്, കർമ്മയോഗി. അങ്ങനെ വാസൻ പറഞ്ഞു. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ഇതിൽക്ക് ഉദ്ഘാടനം ചെയ്യുന്ന ഇടയിൽ കൂടി അല്പം രാഷ്ട്രീയം കടത്തി. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ മുന്നണിക്ക് ഇത് കേട്ടാൽ ദുഃഖം വരും, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും. അതിന് ചെറിയ കാര്യമുണ്ട്. കാരണം നേരത്തെ ഈ പദ്ധതി അദാനിക്കാണ് കൊടുക്കുന്നത് എന്ന് അറിഞ്ഞ് അദാനിയോട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ശ്രീ KV തോമസിനെ അതിന് വേണ്ടിയിട്ട് പറ്റുമോ എന്നൊക്കെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ശ്രമിച്ചപ്പോൾ KV തോമസും പറഞ്ഞൊരു കാര്യമുണ്ട്. അത് പത്രത്തിൽ വന്നതാണ്. അപ്പോൾ KV തോമസ് പറഞ്ഞാണ്, ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഇഷ്ടപ്പെടുകയില്ല അദാനിയെ വിളിച്ചോണ്ട് വരുന്നത്. അപ്പൊ അങ്ങോട്ട് പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഉറക്കം നഷ്ടപ്പെടും അദാനിക്ക് ഈ പോർട്ട് കൊടുത്തത് കൊണ്ടെന്ന് പറഞ്ഞ് നരേന്ദ്രമോദി അതിനെയും ഒന്ന് പ്രകീർത്തിച്ചു. ആ രൂപത്തിലെയും വേറെ രൂപത്തിലെയും പരിഹസിച്ചുകൊണ്ടുള്ള ഒരു പ്രകീർത്തനം നടത്തി. രണ്ടാമത് വാസൻ മന്ത്രി പറഞ്ഞു, നമ്മുടെ പാർട്ട്ണറാണ് ഇനി അദാനി എന്ന് പറഞ്ഞു. അതിനെയും മോഡി എടുത്തു പറഞ്ഞു. പിന്നെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായി ഇതുവരെ ബൂർഷ്വ എന്ന് പറഞ്ഞിരുന്ന ഒരു വലിയ മുതലാളിയെ അംഗീകരിച്ചിരിക്കുന്നു. അതൊരു വലിയ സൈനാണ്. ഇനി ഇതിനേക്കാൾ തമാശ എന്തെന്ന് വെച്ചാൽ, ഇന്ത്യ മുന്നണിക്ക് ഉറക്കം നഷ്ടപ്പെടുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ കാര്യം മലയാളത്തിൽ പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു ഗവൺമെന്റ് ഒരു വിവർത്തകൻ, പരിഭാഷണം നടത്തിയ ആളിന് അത് പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ല. ഇന്ത്യ മുന്നണി എന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അദ്ദേഹം കേട്ടത് ഇന്ത്യൻ എയർലൈൻസ് എന്നാണ്. അതിൻ്റെ തമാശ. അപ്പോൾ മലയാളം നന്നായി അറിയാത്ത മോഡിക്ക് ഇയാൾ തെറ്റാണ് പറഞ്ഞത്, ട്രാൻസ്ലേഷൻ തെറ്റാണ് പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ, പക്ഷേ ഹിന്ദി അറിയാവുന്ന അത്യാവശ്യം സദസ്സിലിരുന്നവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ പറയുകയാണ്. ഈ പ്രോജക്റ്റ് ഇത്തരത്തിലുള്ള വലിയൊരു പദ്ധതി വരുന്നതിന് ക്രിട്ടിക്കലായിട്ടുള്ള ഒരു നിലപാടെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു എത്ര അഴിമതി വന്നാലും ആരോപിച്ചാലും എന്തെന്നുള്ളത് ചെയ്യും എന്ന് പറഞ്ഞ് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു നിലപാടെടുക്കുകയും കരാർ ഒപ്പുവയ്ക്കുകയും കല്ലിടുകയും ചെയ്ത് അതിൻ്റെ തറക്കല്ല് തുടങ്ങുകയും ചെയ്ത ഉമ്മൻചാണ്ടിയുടെ പേര് ആരും പറഞ്ഞില്ല. സാധാരണ ഒരു റിപ്പോർട്ടൊക്കെ വയ്ക്കുന്നതാണ്, അങ്ങനെ റിപ്പോർട്ട് ഉണ്ടായില്ല. ഉമ്മൻചാണ്ടിക്ക് മുമ്പേ VS അച്യുതാനന്ദൻ്റെ കാര്യം പറയണമായിരുന്നു, അതും ആരും പറഞ്ഞില്ല. നയനാരുടെ കാലഘട്ടത്തിൽ ഒരു ചെറിയ കാര്യമുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അത് പറഞ്ഞില്ല. അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് 91-95 കാലഘട്ടത്തിൽ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ, MV രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കുമാർ ഏജൻസീസ് എന്ന് പറഞ്ഞ കമ്പനിയുമായി ഒരു BOT കരാർ വെച്ചിരുന്നു. അങ്ങനെ ഒരുപാട് ചലനങ്ങൾ ഉണ്ടാക്കിയ, ഒരുപാട് വർഷങ്ങളുടെ നിരവധി ആളുകളുടെ, പിന്നെ പ്രോജക്റ്റ് തയ്യാറാക്കിയ IAS-കാരുണ്ട്, അദാനി ഗ്രൂപ്പിന്റെ ആളുകളുണ്ട്, മറ്റ് സെക്രട്ടേറിയറ്റിലെ ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്, എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് നടത്തിയവരുണ്ട്, സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തിയവരുണ്ട്. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് പേരുടെ അധ്വാനത്തിന്റെ ഫലമായി വരുന്നൊരു പ്രോജക്റ്റാണ്. അതിൻ്റെ ഉദ്ഘാടന വേദിയിലാണ് ഇങ്ങനെ നമ്മൾ ചില സിനിമയിൽ കാണുന്ന പോലുള്ള തമ്മിൽ തല്ലും, പരസ്പരം പാര വെച്ചുള്ള സംസാരവും, എല്ലാവരും ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ ഓടുന്നതും, എന്നാൽ യഥാർത്ഥത്തിൽ ക്രെഡിറ്റ് കിട്ടേണ്ട പലർക്കും ക്രെഡിറ്റ് കൊടുക്കാതിരിക്കുന്നതും, സ്റ്റേറ്റിൻ്റെ ക്രെഡിറ്റ് സ്റ്റേറ്റും സെൻട്രലിൻ്റെ ക്രെഡിറ്റ് സെൻട്രലും, വികസിത ഭാരതത്തിൻ്റെ പ്രോജക്റ്റാണെന്ന് കേന്ദ്ര ഗവൺമെൻറ്റും, നവകേരളത്തിൻ്റെ പ്രോജക്റ്റാണെന്ന് സംസ്ഥാന സർക്കാരും. കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പരസ്യങ്ങളിൽ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പടമില്ല, സ്റ്റേറ്റ് കൊടുക്കുന്ന പടത്തിൽ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെ പടമുണ്ട്, മറ്റ് ആളുകളുടെ ചിത്രങ്ങളില്ല. അങ്ങനെ വളരെ രസകരവും കൗതുകകരവുമായ രീതിയിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഇതിനിടയിലാണ് നമ്മുടെ ദിവ്യ എസ് അയ്യർ ചേച്ചി വന്ന് ചില കാര്യങ്ങളൊക്കെ തള്ളുന്നുണ്ട്. രാജാക്കന്മാരുടെ കാലവും
പിന്നെ ഇടയ്ക്കിടയ്ക്ക് പിണറായി സ്തുതി പറയും, പിന്നെ മറ്റുള്ളവരെ സ്തുതി പറയും, ആ ക്രെഡിറ്റ് ആർക്കും കൊടുക്കേണ്ടതില്ലെന്ന് പറയും, ഈ ഗവൺമെൻറ്റിന് കൊടുക്കണമെന്ന് പറയും. ആ ചേച്ചിയുടെ വക പൊടിയും പുട്ടിന് പൊടിയിടും തേങ്ങ ഇടും പോലെ ചേച്ചിയുടെ വക ചില പരിപാടികളും കൂടി ഒരു തിരുവാതിരയായിരുന്നു ഉദ്ഘാടന സമ്മേളനം.